ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ നമ്മുടെ കേരളത്തിന്റെ വെളിയില് വടക്കേന്ത്യയിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ എവിടെ ചെന്ന് നോക്കിയാലും മധുരം 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 സ്വീറ്റ്സ് മാത്രമേ കാണാനുള്ളൂ അല്ലേ. ലഡൂസ്, ബർഫികള്, ജിലേബീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലും കാണാനുള്ളത്. എന്നാൽ ഇടയ്ക്കൊക്കെ ചിലയിടത്തൊക്കെ കാണും മധുരവും പുളിയും എരി എല്ലാം കൂടെ ഉള്ളതായിട്ടുള്ള, ഉപ്പും എല്ലാം കൂടെ ഉള്ളതായിട്ടുള്ള. അതില് പ്രധാനപ്പെട്ടതാണ് പാനിപ്പൂരി, പിന്നുള്ളത് ആലു ടിക്കി, പല വെറൈറ്റി സമോസ ഇങ്ങനെയൊക്കെയാണ് കൂടുതലും കാണുന്നത്. അപ്പൊ ഞാൻ അവിടുന്ന് ആദ്യത്തേക്ക് കഴിച്ചതിന്റെ ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവിലുണ്ട് കേട്ടോ. പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതി എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു തന്നെ എന്റെ മൈൻഡിൽ ഒരു ഓർമ്മ ഇരിപ്പുണ്ട്. പക്ഷെ എന്റേതായിട്ടുള്ള ആ ടേസ്റ്റ് നമ്മുടെ നാവിലുള്ളതുകൊണ്ട് നമുക്കറിയാം എന്തൊക്കെയായിരുന്നു അതിനകത്ത് ഞാൻ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. എന്റേതായിട്ടുള്ള രീതി ഞാൻ ഉണ്ടാക്കി നോക്കണം. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ ഒരു 4-5 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാമേ. പൊട്ടറ്റോസ് എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു തവിയിൽ വെച്ചാണ് ഉടച്ചെടുക്കുന്നത്. എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലും ഉടയാനുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം ഇത് നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും ഉടയാനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇത് ഇങ്ങനെ വെച്ചാൽ മതി. എല്ലാം ഉടഞ്ഞു കിട്ടും കേട്ടോ. ഞാൻ പൊട്ടറ്റോസ് എല്ലാം ഇതേപോലെ പുഴുങ്ങി തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ്, അല്പം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാളയാണ്. സവാള കൂടുതലുള്ളത് നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പീസ് ഇഞ്ചിയുണ്ട്, ഒരു ചെറിയ പച്ചമുളകുണ്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചത്, ചന്തമുളക്, പിന്നെ കറിവേപ്പില. പക്ഷെ ഈ കറിവേപ്പില അല്ല ഇതിന് ടേസ്റ്റ് വരുന്നത്, മല്ലിയിലയാണ്. എന്റെ കൈവശം മല്ലിയില ഇല്ല. നിങ്ങളത് ഇതുണ്ടാക്കി നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും മല്ലിയില തന്നെ ഇടണേ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ അരിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, കൈ ഒന്ന് ഇതുപോലെ മുക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ എടുത്ത് ഇതേ ഷേപ്പ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് റവയാണ്, സൂചി. നമ്മൾ ഈ ഉരുട്ടിയത് ഈ റവയിലൊന്ന് ഇതുപോലെ ചെയ്തു. ഞാൻ ഇതുപോലെ റവയ്ക്കകത്ത് മുക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ റവയ്ക്കകത്ത് ഇത് ചെയ്യണം, അല്ലെന്ന് വരില്ല, ഇത് പൊട്ടിപ്പോവും എണ്ണയ്ക്കകത്ത് ഇടുമ്പം കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മളെ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഇതിന്റെ സൈഡ് ഉണ്ടല്ലോ ഇങ്ങനെ ഒരേ രീതിയിൽ ഇരിക്കണം. അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണേ. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ വെച്ച് കഴിച്ചപ്പോൾ അതിനൊരു ബട്ടറിന്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ചൂടായി വരുന്നുണ്ട്. ഇനി ഓരോന്നായിട്ട് ഈ സൈഡൊക്കെ ഒന്ന് നേരെ വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണേ. എണ്ണയ്ക്കകത്ത് ഇട്ട് തന്നെ ശരിക്കും മൂപ്പിക്കുന്നില്ലേ, വേറൊരു പണിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും എടുക്കാം കേട്ടോ. ഇതെടുക്കുകയാണ്.
രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, അതുകൂടെ ഇടുവാണേ. ഞാൻ പക്ഷെ കഴിച്ചിട്ടുള്ളതേ അവര് ഇതുപോലെ തന്നെ മൂപ്പിച്ചിങ് എടുക്കുന്നതാണേ. ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ സാധാരണ എടുക്കത്തുള്ളൂ കേട്ടോ. റവയും മുക്കിയല്ലേ ഞാൻ വെച്ചത്, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. എഗ് വൈറ്റ് വല്ലതും ആണെന്ന് വരില്ല, ആ പ്രശ്നം വരത്തില്ല. ഇനി ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. എനിക്ക് എപ്പോഴും നെയ്യോട് ഒരു പ്രത്യേക താല്പര്യമാണ് കേട്ടോ. അധികമൊന്നുമില്ല. ഞാൻ ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. അധികം നേരമൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇന്ന് തിരിച്ചു മറിച്ചിട്ട് ഇങ്ങനെ എടുക്കുവാണേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിച്ചപ്പോ ഒരു നെയ്യുടെ ടേസ്റ്റ് പോലെ തോന്നിയിരുന്നു. അപ്പൊ അങ്ങനെ ഒന്ന് വരാനും വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ മാറ്റുവാണേ. ഇതേപോലെ ഞാൻ ആലട്ടിക്കുമ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഞാൻ റവയിൽ മുക്കിയിട്ടതിന് പകരം നിങ്ങൾക്ക് മുട്ടയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുവാണ് കുറച്ചുകൂടെ കളർ വരും കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെയാണ് ചെയ്തത്. എനിക്കൊരു പൊട്ടിപ്പോമോന്നൊരു ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ രീതിയിലൂടെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾ പഴയ രീതിയിൽ അവിടുത്തെ രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുമെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.